ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ഓർക്കിഡ് ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇതുപോലെ ഒരു പൂവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം സാധാരണ ത്രെഡാണ് ഞാൻ എടുത്തത്. 6 ഇഴ എടുത്ത് സൂചിയിൽ കോർത്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഈ 3 പെറ്റലും തുന്നിയെടുക്കുക. ഈ 3 പെറ്റലും തുന്നിയ ശേഷം ഇതുപോലെ മുകളിൽ നിന്ന് കുത്തിയെടുക്കുക. അടിയിൽ നിന്ന് നീഡിൽ കുത്തി ഈ സെയിം ഭാഗത്തെ കൂടി കുത്തി മുകളിലേക്ക് ഉയർത്തിയെടുക്കുക. അതിന് ശേഷം നൂല് ഇതുപോലെ കൈവിരലിലെടുക്കുക, ഒന്ന് വട്ടം ചുറ്റുക. ശേഷം ഇങ്ങനെ ഇതിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഇതുപോലെ എടുക്കുക, വിരലിൽ ഒന്ന് ചുറ്റുക. അതിനുശേഷം ഇങ്ങനെ വലിക്കുക. ഇതുപോലെ നൂല് ചുറ്റിയെടുത്ത ശേഷം ഈ നീഡിൽ വലിച്ചെടുക്കുക. അതിനുശേഷം ഈ സൂചി വലിച്ചെടുക്കുക. നമുക്ക് ഒരു ലേസ് പോലെ ഇതിൻ്റെ സൈഡ് കിട്ടും. ഇതുപോലെ നമ്മൾ ഈ സൈഡും ഈ 3 പെറ്റലിൻ്റെ സൈഡും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. ഏകദേശം 30 പ്രാവശ്യം ഇതുപോലെ ചെയ്തു. ഈ നീഡിലിൻ്റെ 1/4 ഭാഗത്തോളം ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഇവിടെ ഫില്ല് ചെയ്യുക. നീഡിൽ ഇതുപോലെ ഇവിടെ കുത്തി ഇറക്കി കൊടുക്കുക. അതിന് ശേഷം ഈ സൈഡിൽ കൂടി ഒരു വട്ടം സൈഡിൽ കൂടി ഇതുപോലെ ഒന്നിവിടെ കുത്തി കൊടുക്കുക.
എന്നാലും നമുക്ക് ഈ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. ഇതുപോലെ 2 പെറ്റൽ ഈ 3 സ്റ്റിച്ച് ചെയ്ത ശേഷം 2 പെറ്റൽ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല വൃത്തിയിലിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴേക്ക്. നമ്മളിതിൻ്റെ ഉൾഭാഗത്ത് ഒരു ബുള്ളിയൻ സ്റ്റിച്ച് കൊടുക്കുക. പതിനാറ് വട്ടം നൂല് ചുറ്റിയിട്ടുണ്ട്. ലൂസായിട്ട് ചുറ്റണം, അല്ലെങ്കിൽ ഊരിയെടുക്കാൻ ഭയങ്കര വിഷമമായിരിക്കും. ഇതിൻ്റെ നടുക്ക് ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പൂ തുന്നാനിപ്പോൾ 2 മണിക്കൂറിൽ കൂടുതൽ ടൈം എടുത്തു. ഓർക്കിഡ് ഫ്ലവറാണ്. ബുള്ളിയൻ നോട്ട് ഇവിടെ ഒരു വളഞ്ഞ് ഷേപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ. താങ്ക് യു.